ഹലോ ഗായ്സ്, അപ്പം നമ്മളൊരു ചെറിയ ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ പഴനിക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഞായറാഴ്ച നമ്മളവിടെ എത്തി. അങ്ങനെ തന്നെ മുട്ടടിക്കാനുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. എന്നങ്ങനെ ഇറങ്ങിയൊരു 7 മണി, ഒരു 6:30 ടൈമായപ്പോൾ നമ്മൾ തമിഴ്നാട് ബോർഡറിൽ കടന്നു. തമിഴ്നാട് ബോർഡറിൽ കടന്നേ പിന്നെ കാണാൻ നല്ല വ്യൂ ആയിരുന്നു. ഫുൾ കാറ്റാടിയും. നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും കാണില്ലല്ലോ. അപ്പോൾ അവിടെ പോയപ്പോൾ അതൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ കാറ്റാടി കണ്ടപ്പോഴേക്കും ട്രൈ ചെയ്ത് നല്ല ഉറക്കാണ്. നമ്മൾ കാറിൻ്റെ ബാക്കിൽ സീറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി, ബെഡ് പോലെ സെറ്റാക്കിയതിന് ശേഷമാണ് ഉറക്കമായിരുന്നു. പിന്നെ രാത്രി ഒരു 8-9 മണിയോടുകൂടി നമ്മളവിടെ എത്തി. അങ്ങനെ അവൻ നല്ല കളിയിലായിരുന്നു ഫുൾ ടൈം. പക്ഷേ അത് നടക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു, വലിയ കല്ലൊന്നും ഉണ്ടായില്ല, ഫുൾ തേച്ച് നല്ല സെറ്റാക്കിയ സ്ഥലമായിരുന്നു. അങ്ങനെ അവിടെ ഫുള്ള് കളിയാണ്. അതിൻ്റെ ഇടയിൽ അവരെ വീശി വീഴുന്നായിരുന്നു. നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒരു ഓട്ട മത്സരം പോലെയാണ്. അങ്ങനെ അവൻ ഇടയ്ക്ക് വീഴും, ഇടയ്ക്ക് എണീക്കും. എന്നിട്ട് നമ്മളൊന്നും കൈയൊന്നും പിടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അവൻ. അങ്ങനെ കുറേ നേരം അവിടെ നമ്മളൊരു 1.5-2 മണിക്കൂറോളം നമ്മൾ അവന് വേണ്ടി ആക്റ്റീവായി. അതിന് ശേഷം നമുക്ക് എന്തായാലും വെളുപ്പിന് എണീക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് തന്നെ പോയി. ഉറങ്ങി എണീറ്റ് ഒരു 5 മണിയായപ്പോൾ എണീറ്റ് നമ്മൾ മുടി മുട്ടടിക്കാനായിട്ട് പോയി. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വെളുപ്പിനായാലും തിരക്കൊന്നും ഉണ്ടായില്ല. അവൻ ഫസ്റ്റ് പോർഷൻ മുടി മുട്ടടിച്ചപ്പം ഒരു വാശി ഉണ്ടായിരുന്നില്ല, ഒട്ടും വാശി പിടിച്ചില്ല. അപ്പുറപ്പോൾ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഭയങ്കര കരച്ചിലായിരുന്നു. ട്രൈയും നല്ല കുട്ടിയായിട്ടിരുന്നു. ഞാൻ ഓരോന്നും പറഞ്ഞു, കാരണം കരയാൻ പോകുമ്പോഴേക്കും അതിൻ്റെ മനസ്സ് മാറ്റി നല്ല കുട്ടിയായിട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യായിരുന്നു, ഇത്രയും കുഞ്ഞു കുട്ടി നല്ല കുട്ടിയായിട്ടിരുന്നല്ലോ. ഭയങ്കര ക്ഷീണുണ്ടായി, കാരണം അവനും ഒരു 4:45-5 മണിയായപ്പോൾ അവൻ എണീറ്റതായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ മുകളിൽ കയറാൻ പോകണേ മുന്നേ ജസ്റ്റ് 2 ഫോട്ടോസ് എടുത്തു, കാരണം ഫോണൊന്നും കേട്ടില്ലായിരുന്നു. ഞാൻ മുകളിലൊക്കെ പോയി തൊഴുതിറങ്ങി വന്നു.